Good morning, students. In this class, let us learn about HPLC. HPLC stands for High Performance Liquid Chromatography, also called High Pressure Liquid Chromatography. It is a powerful tool in analysis because it yields high performance and high speed compared to traditional column chromatographic methods because of the forcibly pumped mobile phase. HPLC is a chromatography technique that can separate a mixture of compounds. It is a special field of liquid chromatography designed to separate, quantify, and analyze components of a chemical mixture. It is in fact traditional liquid chromatography automated to attain conditions that provide enhanced separations during shorter periods of time. The basic principle of HPLC is the differential distribution of the sample components between two immiscible phases. Which is a stationary solid phase or liquid phase and a mobile liquid phase. So it is used to separate compounds that are dissolved in solution, and the different components in the mixture pass through the column at different rate due to differences in their partition behavior between mobile phase and the stationary phase. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ക്രൊമാറ്റോഗ്രഫിയാണ് ഈ ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി. നമ്മൾ ഇത്രയും നാളും പഠിച്ച എല്ലാ ക്രൊമാറ്റോഗ്രഫിയും നമുക്ക് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി ആയിട്ട് ചെയ്യാവുന്നതാണ്. എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ക്രൊമാറ്റോഗ്രഫി ടെക്നിക്ക് പോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ നമ്മൾ വളരെ ഫാസ്റ്റ് ആണ് ചെയ്യുക. അതായത് പെട്ടെന്ന് തന്നെ സാമ്പിൾ അനലൈസ് ചെയ്ത് നമുക്ക് കിട്ടാൻ പറ്റും. ഫാസ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ കൂട്ടുകയാണ്, മൊബൈൽ ഫേസിന്റെ പ്രഷർ കൂട്ടുകയാണ് ചെയ്യണത്. അപ്പൊ ഇത് മെയിൻ ആയിട്ടും കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ, മിക്സ്ചറിലുള്ള കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മുമ്പത്തെ ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ്സും അതിനു വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി എപ്പോഴും സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സോളിഡ് ആയിരിക്കും അല്ലെങ്കിൽ ലിക്വിഡ് ആയിരിക്കും. മൊബൈൽ ഫേസ് എപ്പോഴും ലിക്വിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയുടെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് നമുക്കിതിനെ കണക്കാക്കാവുന്നതാണ്. ഇവിടെ നടക്കുന്ന പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അഡ്സോർപ്ഷൻ ആയിരിക്കും. സോളിഡ് ആണ് സ്റ്റേഷനറി ഫേസിംഗിൽ നമുക്ക് അഡ്സോർപ്ഷൻ എന്ന് വിളിക്കാവുന്നതാണ് പ്രിൻസിപ്പള്. സ്റ്റേഷനറി ഫേസിൽ ലിക്വിഡ് ആണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൾ എന്താവും, പാർട്ടീഷൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ബേസിക് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. In HPLC, high separation efficiency is achieved by using packings with particle diameter as small as 5 to 10 μm and high pressures of 40 to 400 bar. If pressure is above 800 bar, it is also called ultra high performance liquid chromatography. നേരത്തെ പറഞ്ഞതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളം ഉപയോഗിക്കുന്നുണ്ട്. കോളമിലുള്ള പാക്കിംഗ് എന്ന് പറയുന്നത് വളരെ ചെറിയ പാക്കിങ്സ് ആണ് ഉപയോഗിക്കുന്നത്. 5 to 10 μm ആണ് സൈസ് വരുന്നത്. അത് മാത്രമല്ല സാമ്പിൾ ഇഞ്ചെക്ട് ചെയ്യണതിന് ഒരു പമ്പ് വഴിയാണ് സാമ്പിൾ ഇഞ്ചെക്ട് ചെയ്യണത്. അല്ലെങ്കിൽ മൊബൈൽ ഫേസ് പമ്പ് വഴിയാണ് നമ്മൾ കോളത്തിലേക്ക് കയറ്റി വിടുന്നത്. അതിന്റെ പ്രഷർ എന്ന് പറയുന്നത് 40 to 400 ബാർ ആണ്. അതായത് വളരെ ഹൈ പ്രഷർ ആണിത്. 40 to 400 ബാറിന്റെ മുകളിലും വേണമെങ്കിൽ പ്രഷർ ആക്കി ഉപയോഗിക്കാവുന്നതാണ്. 800 ബാറിന്റെ മുകളിലാണ് പ്രഷർ എങ്കിൽ നമ്മളിതിനെ അൾട്രാ ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി എന്ന് വിളിക്കും. അതാണ്
ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി ഇതിന് വേണ്ട സൗകര്യങ്ങൾ അല്ലെങ്കിൽ വേണ്ട യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യം സോൾവെന്റിന്റെ റിസർവോയർ വേണം, പിന്നെ പമ്പ് വേണം, പിന്നെ സാമ്പിൾ ഇഞ്ചെക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് വേണം, പിന്നെയാണ് അത് കോളത്തിലേക്ക് പോകുന്നത്, കോളം വേണം, പിന്നെ ഡിറ്റക്ടേഴ്സ് വേണം, ലാസ്റ്റ് വേണ്ടത് റെക്കോർഡർ ആണ്. ഏതൊക്കെ സാമ്പിൾ ഉണ്ടായിന്ന് റെക്കോർഡ് ചെയ്യാൻ ഒരു റെക്കോർഡറും വേണം. ഇതാണ് അതിന്റെ ഒരു യൂണിറ്റ്. മൊബൈൽ ഫേസ് നമ്മൾ സോൾവെന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സോൾവെന്റ് ആണ് ഉപയോഗിക്കുന്നത്, അത് ഇതിൽ എടുത്തിട്ടുണ്ട്. ഈ മൊബൈൽ ഫേസിനെ പമ്പ് ചെയ്യാണ് ഈ സോൾവെന്റ് റിസർവോയർ. ഇത് റിസർവോയർ ആണ്. അതിൽ നിന്ന് പമ്പ് ചെയ്തിട്ട് നമ്മൾ ഈ പോർട്ട് അല്ലെങ്കിൽ ഈ യൂണിറ്റിലേക്ക് കടത്തി വിടുകയാണ്. ഈ യൂണിറ്റിൽ വെച്ചിട്ട് നമ്മൾ സാമ്പിളിനെ ഇഞ്ചെക്ട് ചെയ്യും, സിറിഞ്ച് വഴി ഇഞ്ചെക്ട് ചെയ്യുന്നു. എന്നിട്ട് സാമ്പിളും മൊബൈൽ ഫേസും കൂടെ ഒന്നിച്ച് ഈ ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി കോളത്തിലൂടെ പാസ് ചെയ്യുന്നു. കോളത്തിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ കമ്പോണൻസും എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതിനെ ഡിറ്റക്ടറിലൂടെ കടത്തി വിടുന്നു. പല ജാതി ഡിറ്റക്ടേഴ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാസ് സ്പെക്ട്രോമെട്രിയോ ഫ്ലൂറസൻസ് ഡിറ്റക്ടറോ ഏതെങ്കിലും അങ്ങനത്തെ ഡിറ്റക്ടേഴ്സ് നമ്മൾ വഴിയെ പറയുന്നതാണ്. ആ ഡിറ്റക്ടേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതിനുശേഷം അത് റെക്കോർഡറിലേക്ക് പോകുന്നു. ഇതാണ് റെക്കോർഡർ. ഇപ്പൊ കമ്പ്യൂട്ടറിൽ നമുക്ക് ഈ ഗ്രാഫ് കിട്ടുമ്പോൾ ഇതിന് ശേഷമുള്ള വേസ്റ്റ് നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ഒരു എന്താ പറയുക ഈ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഫ്ലോ ഡയഗ്രാം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ഓഫ് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി. നമുക്ക് ഓരോ കമ്പോണൻസും നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. In HPLC, adsorption is the retaining mechanism and the sample components are retained by selective adsorption on an adsorbent column like silica gel or alumina having a particle size less than 10 μm, which constitutes the stationary phase. A pressurized flow of mobile phase, a solvent like acetone, benzene or petroleum ether is used along the column, and there is a differential distribution of the components between the two immiscible phases. This in turn induces a differential migration of the components along the column and thereby affects separation. Component analysis is analyzed by a detector coupled to a data acquisition system, which is the recorder. Now let us analyze the different components. This is the picture of the HPLC instrument. This is the solvent phase and it is connected to the column, and this is the detector recorder and the data acquisition system is present here. So first we will deal, the first unit is the solvent reservoir. In the solvent reservoir, the solvent is taken and the solvent is passed through suitable filters and degassers to remove dust and dissolved gases. Otherwise, they would interfere with the performance of the detectors, and the dissolved gases can also cause formation of bubbles in the column and thereby cause band spreading. The solvent is then led to the pump where it is compressed to the high pressure. Solvent can be polar or non-polar. Solvent selection depends on type of sample. Solvent is a carrier for the sample solution, and a sample solution is injected into the mobile phase of an assay through the injector port. സാമ്പിൾ നമ്മളൊരു റിസർവോയറിലാണ് എടുക്കുന്നത്. ഈ സാമ്പിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ അതിനെ പമ്പ് ചെയ്തിട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന പോർട്ടിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഈ സോൾവെന്റിനെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അതിനെ ഡീഗ്യാസ് ചെയ്യണം, പിന്നെ ഫിൽറ്റർ ചെയ്യണം. അത് അനാവശ്യമായിട്ടുള്ള ഒരു പദാർത്ഥങ്ങൾ അതിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസസ് ഡിസോൾവ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ
കോളത്തിൽ ബബിൾസ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് പീക്ക് കിട്ടുമ്പോ റെക്കോർഡറിൽ അല്ലെങ്കിൽ ഡിറ്റക്ടറിൽ പീക്ക് കിട്ടുമ്പോ അത് പീക്ക് ആയിരിക്കില്ല, ഭയങ്കര ബ്രോഡൻഡ് ആയിരിക്കും, ബാൻഡ് ആയിട്ട് കിട്ടുമ്പോ. അപ്പൊ നമ്മുടെ ശരിക്കുമുള്ള അനാലിസിസ്, ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നടക്കില്ല. അതുകൊണ്ട് നമ്മൾ അനാവശ്യമായ എല്ലാ ഗ്യാസും ഇതിൽ നിന്ന് മാറ്റണം. എന്നിട്ടാണ് പമ്പ് ചെയ്ത് നമ്മൾ ഇഞ്ചക്ടർ പോർട്ടിലേക്ക് കടത്തി വിടുന്നത്. ഇതാണ് സോൾവെന്റ് റിസർവോയർ. Next unit is the pump. Pumping system can be said to be the heart of the HPLC by producing high pressures. The role of the pump is to force a liquid called the mobile phase through the liquid chromatograph at a specific flow rate expressed in milliliters per minute. Normal flow rates in HPLC are in the range of 1 to 10 2 ml per minute range. Typical pumps can reach pressures in the range of 6,000 to 9,000 psi. പമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് HPLCയിൽ. ഞാൻ പറഞ്ഞു നമ്മളൊരു 40 മുതൽ 400 ബാർ പ്രഷർ വരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സോൾവെന്റിന്റെ മേൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പെട്ടെന്ന് സ്പീഡായിട്ട് നമുക്ക് ഈ ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മൊബൈൽ ഫേസിനെ പമ്പ് ചെയ്യണം. പമ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ പമ്പിലേക്ക് കടത്തി വിടുമ്പോൾ അവിടെ നമുക്ക് ഒരു എന്താ പറയാ 800 ബാറിന്റെ മുകളിലോ അല്ലെങ്കിൽ 600 ബാറോ നമ്മൾ പ്രഷർ അതിലേക്ക് ചെലുത്തും. അപ്പൊ ഇത്രയും പ്രഷർ കൂടി കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കോളത്തിലൂടെ ഒഴുകി പെട്ടെന്ന് തന്നെ നമുക്ക് ഡിറ്റക്ടർ റെസ്പോൺസ് കിട്ടും. അതായത് നമ്മൾ സാമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, 1-2 മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് അതിന്റെ ഗ്രാഫും കിട്ടുന്നു. അതാണ് ഈ പമ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം. അപ്പൊ നമ്മൾ മൊബൈൽ ഫേസിനെ പമ്പ് ചെയ്തിട്ട് ഇഞ്ചക്ടറിലേക്ക് കടത്തി വിടണം. Next is a sample injector. The sample is introduced into the column by means of a syringe and a self-sealing silicone septum of the component called the injector. Here a valve equipped with a sample loop of the appropriate size injects the required quantity of sample into the flow path. The sample volumes for manual injector are 5 to 10 microliters. It is equipped with a 6-pot valve so that the sample can be injected into the flow path at continuous pressure. The knob is set to the load position for sample injection using a syringe, and the sample is injected into the sample loop, which is separated from the flow path. The knob is turned to the inject position and the eluent travels through the sample loop, through the loop from the pump and deliver the sample into the column. The sample injector ഏകദേശം ഇതുപോലെയാണ് ഇരിക്കുക. അപ്പൊ അതൊരു 6-pot വാൽവ് ഉള്ള ഒരു ലൂപ്പാണ്. അപ്പൊ ആദ്യം നമ്മൾ അതിനെ ലോഡ് പൊസിഷനിലേക്ക് നീക്കി വെക്കണം. ലോഡ് പൊസിഷനിലേക്ക് നീക്കി വെച്ച് കഴിച്ചിട്ട് സിറിഞ്ച് വെച്ചിട്ട് നമ്മൾ സാമ്പിൾ അതിനെ കുത്തി കയറ്റുകയാണ്. കുത്തി കയറ്റുമ്പോൾ അതൊരു സെൽഫ് സീലിംഗ് സിലിക്കോൺ സെപ്റ്റമാണ് അത് ഉപയോഗിക്കുന്നത്. കുത്തിക്കഴിഞ്ഞ് നമ്മൾ സിറിഞ്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ ആ സിലിക്കോൺ ആയതുകൊണ്ട് ആ വാൽവിന്റെ ഭാഗം സിലിക്കോൺ ആയതുകൊണ്ട് തന്നെ അത് അടയും. അതായത് ഗ്യാസ് ഒന്നും പുറത്തേക്ക് പോവില്ല. ഇനി നമ്മൾ ലോഡ് പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചെക്ട് പൊസിഷനിലേക്ക് നോബിനെ തിരിച്ചു വെക്കുകയാണ്. അപ്പൊ പതുക്കെ മൊബൈൽ ഫേസും ഈ സാമ്പിൾ ഇഞ്ചക്ടർ പോർട്ടിലേക്ക് പതുക്കെ ട്രാവൽ ചെയ്യുമ്പോ എന്നിട്ട് മൊബൈൽ ഫേസും സാമ്പിളും കൂടെ മിക്സ് ആയിട്ട് അത് രണ്ടും കൂടെയാണ് കോളത്തിലേക്ക് പോകുന്നത്. ഇതാണ് ലോഡ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം സാമ്പിളിനെ ലോഡ് ചെയ്യണം. അതിനുശേഷം മൊബൈൽ ഫേസിന്റെ കൂടെ അതിനെ മിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇഞ്ചക്ട് പൊസിഷനിൽ വരിക. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനെ കോളത്തിലേക്ക് കടത്തി വിടുക. ഇതാണ് നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ദ കോളം.
The column is the stationary phase that separates the sample components of interest using various physical and chemical parameters. It is usually made of stainless steel to withstand high pressure caused by the pump to move the mobile phase through the column packing. The materials include PEEK, polyethyl ethyl ketone, stainless steel, and glass. The small particles inside the column are called the packing, and it can withstand the high pressure at normal flow rates. Column packing is usually silica gel because of its particle shape, surface properties, and pore structure, and it gives us a good separation. So this is the column. It is made of stainless steel, can withstand pressure up to 50 MPs. Okay, and this is it can also be made of stainless steel or polyethyl ethyl ketone. Can also be made of glass. All columns are shown here. The column has a length of 10 to 30 centimeter long and a diameter of 4 to 10 mm. It can be packed with silica gel or alumina of particle size less than 10 μm. It is often enclosed in a thermostat or an oven to maintain the desired temperature of separation and differential distribution of the sample components between the stationary phase and the mobile phase brings about a differential migration of the components along the column and thereby affects separation. അടുത്ത ഫ്ലോ ചാർട്ടിലെ യൂണിറ്റ് എന്ന് പറയുന്നത് കോളമാണ്. കോളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോളം ഒന്നെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ച് ഉണ്ടാക്കാം, അപ്പൊ ഹൈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പീക്ക് വെച്ച് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗ്ലാസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇനി അതിന്റെ ഉള്ളിൽ എടുക്കുന്ന സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സിലിക്ക ജെല്ലായിരിക്കും അല്ലെങ്കിൽ അലൂമിന ആയിരിക്കും. ഇതിന്റെ പാർട്ടിക്കിൾ സൈസ് സിലിക്ക ജെല്ലിന്റെ അലൂമിനയുടെ പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ 10 μm ആയിട്ട് എടുക്കണം, എന്നാലാണ് കൂടുതൽ എഫിഷ്യൻസി കിട്ടുക. ഇതിലൂടെ മൊബൈൽ ഫേസ് ഒഴുകുന്നത് പമ്പ് വഴി കടത്തി വിടുന്ന മൊബൈൽ ഫേസ് ആയിരിക്കും. അതുകൊണ്ട് ഹൈ പ്രഷർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ട് പെട്ടെന്ന് തന്നെ സെപ്പറേഷൻ നടക്കും. സെപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിന്റെ പാക്കിങ്ങിന്റെ പോർ സ്ട്രക്ചർ, സർഫസ് പ്രോപ്പർട്ടീസ്, പാർട്ടിക്കിൾ സൈസ്, ഷേപ്പ് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഇതാണ് കോളം എന്ന് പറയുന്നത്. കോളത്തിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, 10 to 30 സെന്റിമീറ്റർ ലെങ്ത്തും ഉണ്ട്. ഡയമീറ്റർ ആണെങ്കിൽ 4 to 10 mm, വളരെ സ്മോൾ ഡയമീറ്ററും ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് എഫിഷ്യൻസി കൂടി വരും. Next component is the detector. The detector can see or detect the individual molecules that come out from the column. A detector serves to measure the amount of molecules so that the chemist can quantitatively analyze the sample components. The detector provides an output to a recorder or a computer that results in the liquid chromatogram, that is the graph of the detector response. After emerging from the analytical column, the separated components pass through a detector, and the common detector types used for measurement are optical, absorbance, fluorescence, conductance, refractive index, or mass spectrometry. Sometimes a combination of different detector types is used. അടുത്തത് കോളം കഴിഞ്ഞ് ഈ സാമ്പിള് ഒഴുകുന്നത് ഡിറ്റക്ടറിലേക്കാണ്. ഡിറ്റക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ഏതൊക്കെ സാമ്പിൾ ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ഇൻഫോർമേഷനും തരുന്ന സ്ഥലമാണ് ഈ ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഡിറ്റക്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ് നമുക്ക് പലതും മെഷർ ചെയ്യാൻ പറ്റും. ഈ വരുന്ന കമ്പോണൻസിന്റെ ഒന്നെങ്കിൽ അബ്സോർബൻസ് മെഷർ ചെയ്യാം. അബ്സോർബൻസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഫ്ലൂറസൻസ് അബ്സോർബ് ചെയ്യാം. ലൈറ്റിനെ കടത്തി വിടുന്ന ഫിനോമിനനാണ് ഈ അബ്സോർബൻസ് എന്ന് പറയുന്നത്. കണ്ടക്ടൻസ് വേണമെങ്കിൽ മെഷർ ചെയ്യാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്യാം. മാസ് സ്പെക്ട്രോമെട്രി ആയിട്ട് അതിനെ കമ്പൈൻ ചെയ്യാം.
അങ്ങനെ ഇങ്ങനെ ഒരു ഡിറ്റക്ടർ മാത്രം ഉപയോഗിക്കണമെന്നില്ല, പല ഡിറ്റക്ടേഴ്സ് നമ്മൾ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെ നമുക്കൊരു സിഗ്നൽ കിട്ടും, വരുന്ന കമ്പോണൻസിന്റെ സിഗ്നൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിനെ റെക്കോർഡറിലേക്ക് കടത്തി അതിനൊരു ഗ്രാഫ് ആക്കും. ആ ഗ്രാഫിൽ പല പീക്സ് ഉണ്ടാവും. ആ പീക്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും കമ്പോണൻസ് ഈ സാമ്പിളിൽ ഉണ്ടായി എന്ന് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഡിറ്റക്ടർ. ഡിറ്റക്ടറിന്റെ കൂടെ എപ്പോഴും ഒരു റെക്കോർഡറും കൂടെ ഉണ്ടാവും. അപ്പൊ ഇതാണ് സോൾവെന്റ്, മൊബൈൽ ഫേസ്. അതിനെ പമ്പിലൂടെ കടത്തി വിട്ട് സോൾവെന്റ്, രണ്ട് തരത്തിലുള്ള സോൾവെന്റ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം, മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് അതിനെ ഇഞ്ചക്ടറിലേക്ക് പമ്പ് ചെയ്തിട്ട് ഇഞ്ചക്ടറിലേക്ക് കടത്തിയിട്ട് അതിന് രണ്ടും ഇഞ്ചക്ടറിലാണ്, ഇവിടെ വെച്ചിട്ടാണ് സാമ്പിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഭാഗത്തൊക്കെ ആകെ കൂടി ഈ മൊബൈൽ ഫേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ വെച്ചിട്ടാണ് ഇഞ്ചക്ടറിന്റെ അവിടെയാണ് നമ്മൾ സാമ്പിൾ ഇഞ്ചക്ട് ചെയ്യുന്നത്. എന്നിട്ട് മൊബൈൽ ഫേസും സാമ്പിളും കൂടെ മിക്സ് ചെയ്തിട്ട് പതുക്കെ അത് കോളത്തിലൂടെ ഇങ്ങനെ കടന്നു വരും. കോളത്തിലൂടെ കടക്കുമ്പോൾ പാർട്ടീഷൻ അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ നടക്കും. അത് കഴിഞ്ഞിട്ട് അത് നേരെ പോകുന്നത് ഡിറ്റക്ടറിലേക്കാണ്. ഡിറ്റക്ടറിൽ നിന്ന് അത് റെക്കോർഡറിലേക്ക് പോയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രാഫ് കിട്ടും. അപ്പൊ ഡിറ്റക്ടറിലെ ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഗ്രാഫ്, റെക്കോർഡറിൽ കാണുന്ന ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുമ്പോൾ സാമ്പിൾ ഇഞ്ചക്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടായിരിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ പീക്സ് കാണാം. പല ജാതി പീക്സ് കണ്ടിട്ടുണ്ട്. ഒത്തിരി കമ്പോണൻസ് ഉണ്ട് ഇതിൽ, അതിനനുസരിച്ചുള്ള പീക്സ് നമുക്ക് കാണാം. അപ്പൊ പീക്കിന്റെ ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ നടത്താൻ പറ്റും. എത്ര എണ്ണം പീക്സ് വെച്ചിട്ട് നമുക്ക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ എത്ര സാമ്പിൾ കമ്പോണൻസ് ഉണ്ടായിന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇതാണ് ഗ്രാഫ്, ക്രൊമാറ്റോഗ്രാം. ഈ ഗ്രാഫിനെയാണ് നമ്മൾ വിളിക്കുന്നത് ക്രൊമാറ്റോഗ്രാം. The signal from the detector can be recorded by computerized data processes and recorders, and sophisticated data acquisition and analysis systems are used here. And the separated components can be led to the waste reservoir. And the detector can record qualitative and quantitative information. That is, HPLC can be used for qualitative analysis, that is, identification of individual components in the sample, can be done by retention time. Retention time, which is the time taken for the specific compound to elute from the column after injection. Depending on the detector used, the compound identification can be done based on the chemical structure, molecular weight, or some other molecular parameter. നമ്മൾ ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ എങ്ങനെയാണ് നേടുന്നതെന്ന് നോക്കാം. ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ റിട്ടൻഷൻ ടൈം വെച്ചിട്ടാണ് സാധാരണയായിട്ട് നമുക്ക് കിട്ടുക. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യുക, എത്ര കമ്പോണൻസ് ഉണ്ടായി, ഒരു കമ്പോണന്റ് ആണ്, രണ്ട് കമ്പോണന്റ് ആണ്, മൂന്ന് കമ്പോണന്റ് ആണെന്ന് കിട്ടണമെങ്കിൽ ഓരോന്നിനും റിട്ടൻഷൻ ടൈം നോക്കിയാൽ മതി. അപ്പൊ റിട്ടൻഷൻ ടൈം ഇവിടെ ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. ഈ സാമ്പിൾ ഇഞ്ചക്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. എന്നിട്ട് എത്ര നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗ്രാഫ് കിട്ടിയത്. അപ്പൊ ഇതാണ് അതിന്റെ റിട്ടൻഷൻ ടൈം. അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞ കമ്പോണന്റ് റിട്ടൻഷൻ ടൈം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ബി എന്ന് പറഞ്ഞ കമ്പോണന്റ് റിട്ടൻഷൻ ടൈം ആണ്. ഇത്രയും സമയത്തിന് ശേഷമാണ് ബിയുടെ ഗ്രാഫ് കിട്ടിയത്. അപ്പൊ അതാണ് അതിന്റെ റിട്ടൻഷൻ ടൈം. അപ്പൊ എ ഏതാണ്, നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേറെ ക്രൊമാറ്റോഗ്രാംസ് ഉണ്ടാവും, അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇത്രയും നേരം എടുക്കുന്ന എ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഏതാന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഇത്രയും നേരം എടുക്കുന്ന ബി എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഏതാന്ന് നമുക്ക് നോക്കാം. അങ്ങനെ റിട്ടൻഷൻ ടൈം വെച്ചിട്ട് നമുക്ക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നടത്താൻ പറ്റും. അടുത്ത ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. HPLC is also used for quantitative analysis. The measurement of the amount of a compound in a sample means how much is there. There are two main ways to interpret a chromatogram: determination of the peak height of a chromatographic peak as measured from the baseline, determination of the peak area.
In order to make a quantitative assessment of the compound, a sample with a known amount of the compound of interest is injected and its peak height or peak area is measured. In many cases, there is a linear relationship between the height or area and the amount of sample. ഇതൊക്കെ ഞാൻ മുമ്പത്തെ ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്സ് ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്കിൽ പഠിച്ചതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ എങ്ങനെ കിട്ടുകയെന്ന്, ഇത് എത്ര എമൗണ്ട് ഓരോ കമ്പോണൻസിന് ഉണ്ടായിന്ന്. അതിനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പീക്ക് ഹൈറ്റ് മെഷർ ചെയ്യുക. ഇതാണ് പീക്ക് ഹൈറ്റ്, ബേസ് ലൈൻ ഇതാണ്, അവിടെ നിന്നുള്ള പൊക്കം മെഷർ ചെയ്യുക. അപ്പൊ നമുക്ക് ഏത് കമ്പോണന്റുകൾ എത്ര എമൗണ്ട് ഉണ്ടായിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പീക്ക് ഏരിയ മെഷർ ചെയ്യുക. അപ്പൊ എ എന്ന് പറഞ്ഞ കമ്പൗണ്ട് പീക്ക് ഏരിയ ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുണ്ട്. പീക്ക് ഏരിയ ഓഫ് കോമ്പൗണ്ട് എ അത് മെഷർ ചെയ്യുക. അത് മാത്രമല്ല വേറൊരു മെത്തേഡും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായേ, പീക്ക് ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് അറ്റ് ഹാഫ് ഹൈറ്റ്, പകുതി ഹൈറ്റിലുള്ള വിഡ്ത്ത് മെഷർ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ പീക്ക് ഹൈറ്റ് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ പീക്ക് ഏരിയ മെഷർ ചെയ്യുക, അല്ലെങ്കിൽ പീക്ക് ഏരിയ അറ്റ് ഹാഫ് ഹൈറ്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് മെഷർ ചെയ്തിട്ട് എത്ര എമൗണ്ട് ഉണ്ടായിന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഓരോ ഗ്രാഫിന്റെയും ഓരോ പീക്കിന്റെയും അടിയിലുള്ള ഏരിയ എന്ന് പറയുന്നതാണ് അതിന്റെ എമൗണ്ട്, ആ കമ്പോണന്റ്. അപ്പൊ ബി എന്ന് പറഞ്ഞ കമ്പോണന്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഏരിയ അത്രയും എമൗണ്ട് ഉണ്ടായിന്ന് നമുക്ക് മനസ്സിലാക്കാം. സി എന്ന് പറഞ്ഞ കമ്പോണന്റ് ഈ റെഡ് കളറിലുള്ള ഏരിയ കണ്ട ആ ഏരിയ അത്രയും എമൗണ്ട് ആയിരിക്കും സി ഉണ്ടായത്. ഡി ആണെങ്കിൽ ഈ ബ്ലൂ കളറിലുള്ള ഏരിയ കാണുണ്ടാവും, അത്രയും എമൗണ്ട് ആണ് ഡി എന്ന് പറഞ്ഞ കമ്പോണന്റ് ഉണ്ടായെന്ന് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, now let us enter the applications of HPLC. HPLC is used for drug discovery and drug analysis. In drug analysis, there is a quality control. That is, HPLC is used to check if the manufactured drugs are in compliance with the specified standards. It is also used for clinical analysis. It is also used in forensic chemistry. It is used for the study of drug metabolism study. It is used in environmental chemistry for sampling, and it is used for diagnostic studies of contaminants, and it is used in cosmetic studies, and it is used in biochemical genetics. Let us discuss the important applications in detail. First, we go to the pharmaceutical industry. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രഗ്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ആണ്. ഡ്രഗ്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിൽ എന്താണ് ഈ HPLC കൊണ്ടുള്ള ഉപയോഗം? HPLC കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രഗ് ഉണ്ടാക്കി കഴിഞ്ഞു, ആ ഡ്രഗ് ശരിക്കുമുള്ള ഡ്രഗിന്റെ കോമ്പോസിഷൻ ആയിട്ട് മാച്ച് ചെയ്യണ്ടോന്ന് നോക്കണമെങ്കിൽ നമുക്ക് HPLC ചെയ്യേണ്ടതായിട്ട് വരും. അതായത് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡ്രഗിന്റെ സ്റ്റാൻഡേർഡ്സ്, അതായത് ഓരോ കമ്പോണൻസും എത്ര അളവിൽ ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് HPLC ഉപയോഗിക്കേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രഗ് റിലീസ്, എത്ര നേരത്തിന് ശേഷമാണ് ഈ ഡ്രഗ് ബ്ലഡിൽ റിലീസ് ആയിട്ട് അത് ആ ഡ്രഗിന്റെ എഫക്റ്റ് വരുന്നതെന്ന് കണ്ടെത്തണമെങ്കിൽ നമുക്ക് HPLC ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ബ്ലഡിന്റെ സാമ്പിൾ എടുത്തിട്ട് അതിന്റെ ബ്ലഡിന്റെ സാമ്പിൾ എടുക്കുക, എന്നിട്ട് അതിന്റെ HPLC ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര നേരത്തിന് ശേഷമാണ് ഈ കമ്പോണന്റിന്റെ എഫക്റ്റ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്ര നേരത്തിന് ശേഷമാണ്, ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഡ്രഗിന്റെ എഫക്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 20 മിനിറ്റ് ആയിരിക്കും, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല പ്രീ ക്ലിനിക്കൽ ട്രയൽസിൽ വേണ്ടി വരും HPLC. പ്രീ ക്ലിനിക്കൽ ട്രയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതാണ്, ഇപ്പൊ കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിനെ ആനിമൽസിലാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ടെസ്റ്റിംഗ് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ആനിമൽസിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആനിമൽസിന്റെ ബ്ലഡിൽ എത്ര കോൺസെൻട്രേഷൻ ഈ കമ്പോണൻസ്, ഈ ഡ്രഗിലുള്ള കമ്പോണൻസ് ഒക്കെ എത്ര കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നുണ്ട് ബ്ലഡിൽ, അത് എത്രയ്ക്ക് കോൺസെൻട്രേറ്റഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ
അതുകൊണ്ട് എന്തെങ്കിലും ഹാർംഫുൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാവുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി നമുക്ക് ബ്ലഡിന്റെ HPLC ചെയ്തു നോക്കാവുന്നതാണ്. ഈ ആനിമൽസിന്റെ ബ്ലഡിന്റെ HPLC അതിനെ നമ്മൾ പ്രീ ക്ലിനിക്കൽ ട്രയൽ എന്നാണ് വിളിക്കുക. അത് മാത്രമല്ല ക്ലിനിക്കൽ സ്റ്റഡീസും നമുക്ക് നടത്താവുന്നതാണ്. ക്ലിനിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിൽ ചിലവരുടെ എൻസൈംസും ഹോർമോൺസും ഒന്നും എന്താ പറയുക തകരാറുള്ളതായിരിക്കും. അതായത് ആവശ്യത്തിന് എൻസൈംസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ആവശ്യത്തിന് ഹോർമോൺസ് ഉണ്ടാവില്ല. അപ്പൊ അവരുടെ ബ്ലഡിൽ ഈ ബോഡി ഫ്ലൂയിഡ്സ് എങ്ങനെയാണ് ഉള്ളത്, സാധാരണ ഹ്യൂമൻ ബീയിങ്സിൽ എങ്ങനെയായിരിക്കും, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് തകരാറ് എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ അങ്ങനെ ക്ലിനിക്കൽ ട്രയൽസ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ എന്താണ് തകരാറെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട്. വേറൊരു ഉപയോഗം എന്ന് പറയുന്നത് റെസിമിക് മിക്സ്ചേഴ്സിന് റെസൊല്യൂഷൻ നടത്താൻ പറ്റും. റെസിമിക് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് ഐസോമറും മൈനസ് ഐസോമറും രണ്ട് തരത്തിലുള്ള എനൻഷിയോമേഴ്സ് ഉള്ളതാണ് റെസിമിക് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഒരു ഐസോമറിനെ മാത്രം വേർതിരിക്കണമെങ്കിൽ നമ്മൾ സ്റ്റേഷനറി ഫേസിന് കൈറാലിറ്റി ഉണ്ടാക്കിയാൽ മതി. സ്റ്റേഷനറി ഫേസിന് കൈറാലിറ്റി ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഐസോമർ പ്ലസ് ഐസോമർ മൈനസ് ഐസോമർ മാത്രം അഡ്സോർബ്ഡ് ആവും ഈ സ്റ്റേഷനറി ഫേസിലേക്ക്. അപ്പൊ അതിൽ നിന്ന് മറ്റേ ഐസോമർ അതായത് അഡ്സോർബ്ഡ് ആവാത്ത ഐസോമറിനെ നമുക്ക് വേർതിരിച്ചെടുക്കാവുന്നതാണ്. ഇനി ബയോകെമിക്കൽ ജെനറ്റിക്സ് എന്ന് പറഞ്ഞു. ബയോകെമിക്കൽ ആയിട്ടുള്ള റിസർച്ചിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമുക്ക് HPLCയുടെ ഉപയോഗം എന്ന് പറയുന്നത് വളരെ സ്മോൾ ക്വാണ്ടിറ്റീസ്, നാനോഗ്രാം മാത്രമുള്ളത്, പൈക്കോഗ്രാം മാത്രമുള്ളത്. 10⁻⁻9 ഗ്രാംസ് 10⁻12 ഗ്രാംസ് ആണ് ഈ പൈക്കോഗ്രാം എന്ന് പറയുന്നത്. അത്രയും കുറവ് അളവിലുള്ളതിന്റെ വരെ ഇവാലുവേഷൻ പോസിബിൾ ആണ് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി വെച്ചിട്ട്. അപ്പൊ നമുക്ക് പ്ലാന്റിന്റെ സാമ്പിളിലുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ ബ്ലഡിന്റെ സാമ്പിളിലുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കമ്പോണൻസ് കണ്ടെത്താൻ പറ്റും. ഏതൊക്കെ കമ്പോണൻസ് ഉണ്ട് എന്ന് കണ്ടെത്താൻ പറ്റും. അതാണ്. എന്നിട്ട് അതിന്റെ ബയോകെമിക്കൽ റിസർച്ച്, അതിന്റെ ബയോകെമിസ്ട്രി എന്താന്ന് കണ്ടെത്തി നമുക്കൊരു അനാലിസിസിലേക്ക് എത്താൻ പറ്റും. വേറൊരു ഉപയോഗം എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ്, അതായത് ഫുഡ് അനാലിസിസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫുഡില് നമുക്ക് ആവശ്യമുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ പറ്റും. അനാവശ്യമായിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ് അതും കണ്ടെത്താൻ പറ്റും. നമ്മളൊരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഫുഡ് റിച്ച് ആയിരിക്കണം. വിറ്റാമിൻസില്, ആന്റി ഓക്സിഡൻസില്, ഫ്ലേവനോയിഡ്സില് ഒക്കെ റിച്ച് ആയിരിക്കണം. അത് നമ്മുടെ ആരോഗ്യത്തെ കൂട്ടും. ആന്റി ഓക്സിഡൻസ് കഴിക്കണം എന്നാണ് പറയുക. ആന്റി ഓക്സിഡൻസ് ക്യാൻസറിനെ തടയുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ആവശ്യത്തിന് ആന്റി ഓക്സിഡൻസ് ഉണ്ടോന്ന് നമുക്ക് ഒരു HPLC ചെയ്ത് കണ്ടെത്താവുന്നതാണ്. അതുപോലെ ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഹാനികരമായ പദാർത്ഥങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ട ശരിക്കും അത്. പക്ഷെ നമ്മൾ ഫുഡിന് നല്ല കളർ കിട്ടാൻ വേണ്ടി, നല്ല മണം കിട്ടാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യും. കച്ചവടക്കാർക്ക് ഇത് ആഡ് ചെയ്ത ഫുഡ്സ് ആണ് കൂടുതൽ നല്ലത്. അതായത് നമ്മളൊരു ലഡു തന്നെ നല്ല ബ്രൈറ്റ് കളേർഡ് യെല്ലോ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമ്മളത് വേഗം കഴിക്കാനുള്ള നമുക്കൊരു ആപ്പിറ്റൈസിങ് ടെൻഡൻസി വരും അത് കഴിക്കണമെന്ന്. പക്ഷെ അതിനൊരു കളർ ഇല്ല, അതിനൊരു എന്താ പറയുക ഒട്ടും യെല്ലോ കളർ ഇല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു രസം ഉണ്ടാവില്ല എന്ന് നമ്മുടെ തോന്നലാണ്. അപ്പൊ നമ്മളത് കഴിക്കില്ല. അപ്പൊ അതുകൊണ്ട് കച്ചവടക്കാരെന്ത് ചെയ്യും, കൂടുതലായിട്ട് ഫുഡ് അഡിറ്റീവ്സ് ആഡ് ചെയ്യും. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്നേഴ്സ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ്, പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെങ്കിൽ നമുക്കൊരു HPLC ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ അനാവശ്യമായ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് ഈ ഫുഡിലുള്ളതെന്ന് കണ്ടെത്താൻ നമുക്ക് HPLC സഹായിക്കും. അതാണ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് മാത്രമല്ല എൻവയോൺമെന്റൽ സ്റ്റഡീസിനും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ എയറും വാട്ടറിലൊക്കെ ഏതെങ്കിലും ഒരു ഹാനികരമായ ഒരു പദാർത്ഥം ഉണ്ടോന്ന് നമുക്ക് HPLC ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഏതൊക്കെ കമ്പോണൻസ് ആവശ്യത്തിൽ കൂടുതൽ അളവിലുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യത്തിൽ കൂടുതൽ അളവിലുണ്ടോ, നൈട്രജന്റെ ഓക്സൈഡ്സ് ആവശ്യത്തിൽ കൂടുതൽ അളവിലുണ്ടോ, ഇതൊക്കെ കണ്ടെത്തണമെങ്കിൽ നമുക്ക് HPLC ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ കോസ്മെറ്റിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ ഒത്തിരി കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്ക്, റോസ് പൗഡർ, റൂഷ്, ഇങ്ങനത്തെയൊക്കെ പദാർത്ഥങ്ങൾ
എന്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്കൊന്നും അറിയില്ല. നമുക്ക് ഭംഗി കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുന്നു. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണോ എന്ന് കണ്ടെത്തണമെങ്കിൽ ജസ്റ്റ് ഒരു HPLC ചെയ്താൽ മതി. അപ്പൊ അതിന് നമ്മൾ ഏതൊക്കെ കമ്പോണൻസ് ആണ് ഈ ലിപ്സ്റ്റിക് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ റോസ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കണേ, അല്ലെങ്കിൽ ഷാമ്പൂല് ഏതൊക്കെ പദാർത്ഥങ്ങളുണ്ട്, ഇതൊക്കെ കണ്ടെത്തണമെങ്കിൽ ഒരു HPLC ചെയ്ത് നോക്കുക. അപ്പൊ ഇത് വളരെയധികം ഉപയോഗമുള്ള ഒരു ടെക്നിക്കാണ് HPLC. അപ്പൊ നമുക്ക് HPLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച എല്ലാ ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്സും, നമ്മൾ ഏതൊക്കെ ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്സാണ് പഠിച്ചത്? തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ചെയ്തു, പേപ്പർ ക്രൊമാറ്റോഗ്രഫി ചെയ്തു, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി ചെയ്തു, അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി ചെയ്തു, ജെൽ പെർമിയേഷൻ ക്രൊമാറ്റോഗ്രഫി ചെയ്തു. ഈ ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്സ് ഒക്കെ നമുക്ക് ഹൈ പെർഫോമൻസ് ആക്കാൻ പറ്റും. എങ്ങനെയാണ്? ജസ്റ്റ് ഈ മൊബൈൽ ഫേസിനെ നമ്മൾ പമ്പ് ചെയ്താൽ മതി. ഹൈ പ്രഷറിൽ പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി എന്ന് വിളിക്കാവുന്നതാണ്. അപ്പൊ അതാണ് വ്യത്യാസം. നമ്മൾ ഈ പഠിച്ചിട്ടുള്ള എല്ലാ ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്സിനെയും നമുക്ക് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി ആക്കി മാറ്റാം, just by increasing the pressure of the mobile phase and increasing the sample size, decreasing the sample, sorry, not increasing, decreasing the sample particles used in the stationary phase. അതായത് മൊബൈൽ ഫേസിന്റെ പ്രഷർ കൂട്ടുക, പിന്നെ സ്റ്റേഷനറി ഫേസിന്റെ പാർട്ടിക്കിളിന്റെ സൈസ് കുറച്ച് വരിക, വളരെ സ്മോൾ ആക്കുക. നമുക്കറിയാവുന്നതാണ് ചോക്ക് പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസ് ഏരിയ കൂടും. ചോക്ക് അങ്ങനെ തന്നെ ആണ് ഉപയോഗിക്കണമെങ്കിൽ സർഫസ് ഏരിയ കുറവാണ്. അതിനെ പൊടിച്ച് സ്മോൾ പാർട്ടിക്കിൾസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, സാമ്പിളുടെ ഏരിയ അല്ലെങ്കിൽ സ്റ്റേഷനറി ഫേസിന്റെ ഏരിയ കൂടുകയാണ്. അപ്പൊ അങ്ങനെ സ്മോൾ സൈസ് ആക്കി ഹൈ പെർഫോമൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ രണ്ട് കാര്യവും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി എന്ന് വിളിക്കാവുന്നതാണ്. അപ്പൊ എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? അഡ്വാൻറ്റേജസ് ആർ സെപ്പറേഷൻ ഓഫ് വോളറ്റൈൽ ആൻഡ് നോൺ വോളറ്റൈൽ കമ്പോണൻസ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട്, ക്വിക്ക് അനാലിസിസ്, വെരി ഫാസ്റ്റ്, ഹൈ റെസൊല്യൂഷൻ, ഈവൻ സ്മോൾ മൈക്രോ സാമ്പിൾ കമ്പോണൻസ് അല്ലെങ്കിൽ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി അനലൈസ്ഡ്, മോർ റീപ്രൊഡ്യൂസിബിലിറ്റി, ദാറ്റ് ഈസ് പീക്സ് ആർ വെരി ഷാർപ്പായിട്ടുള്ള പീക്സ് കിട്ടും. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ്? ഹൈ കോസ്റ്റ്. ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫ് ഇൻസ്ട്രുമെന്റ് മേടിക്കാൻ ഒത്തിരി ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും. ഹൈ കോസ്റ്റ് ഉണ്ട്. ദെൻ ഇറ്റ് ഇസ് കോംപ്ലക്സ് ടു ഓപ്പറേറ്റ്. ഓപ്പറേറ്റ് ചെയ്യാൻ ഓപ്പറേഷൻ അറിയാവുന്നവരെ തന്നെ സമീപിക്കേണ്ടതായിട്ട് വരും. നമുക്ക് ഓടിപ്പോയി ചെയ്യാൻ പറ്റില്ല. അതറിയാവുന്നവരെ സമീപിക്കുക, അവർ നമുക്ക് ചെയ്ത് അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഗ്രാഫ് തരും. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. ഓക്കെ, with this I end the high performance liquid chromatographic technique. Thank you.